will discuss about complex integration. നമ്മുടെ 6th ചാപ്റ്റർ ആണ്, ലാസ്റ്റ് ചാപ്റ്റർ, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കോണ്ടൂർ ഇൻ്റഗ്രൽ എന്താണെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് പറയാം, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ലെറ്റ് us consider integral of a complex valued function f of a complex variable z along a given contour c extending from a point z equal to z1 to a point z equal to z2 in the complex plane. They are known as contour integrals or complex line integrals and written as integral c f of z dz. അപ്പോൾ ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. സെഡ് എന്ന് പറയുന്നത് കോംപ്ലക്സ് വേരിയബിൾ ആണ്. ഒരു കോണ്ടൂർ അലോങ് എ കോണ്ടൂറിൽ അതിൻ്റെ ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? സെഡ് ഈക്വൽ ടു സെഡ് വൺ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് സെഡ് ഈക്വൽ ടു സെഡ് ടു എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഇൻ്റഗ്രലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ നമുക്ക് വാല്യൂ വാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കണം എന്നൊന്നും അറിയണ്ടാവില്ല അല്ലേ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ദാറ്റ് ദ ഇക്വേഷൻ z ഈക്വൽ ടു z ഓഫ് t വിച്ച് ഈസ് ഈക്വൽ ടു x ഓഫ് t പ്ലസ് i ഇൻറ്റു y ഓഫ് t. x of t plus i into y of t, a less than or equal to t less than or equal to b represents a contour c extending from a point z1 equal to z of a to a point z2 equal to z of b. Let the function f of z be piecewise continuous on c. That is, f of z of t is piecewise continuous on the interval a less than or equal to t less than or equal to b. We define the contour integral or complex line integral of f along c as follows. Integral c f of z dz equal to integral a to b f of z of t into z dash of t dt. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത് z ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി ആണ്. അതിൽ ടി വരെ ചെയ്യുന്ന എ തൊട്ട് ബി വരെയാണ്. അപ്പോൾ അതാണ് കോണ്ടൂറിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. z1 എന്ന് പറയുന്നത് z ഓഫ് എ ആണ്, എന്നുവെച്ചാൽ എയിലുള്ള വാല്യൂ ആണ്. അതുപോലെ z2 എന്ന് പറയുന്നത് z ഓഫ് ബി ആണ്, ബിയിലുള്ള കോണ്ടൂറിൻ്റെ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. എന്ന് വെച്ചാൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ കാണാൻ, നമ്മുടെ കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? integral a to b f of z of t into z dash of t dt ഇവാലുവേറ്റ് ചെയ്താൽ മതി, നമുക്ക് ഉള്ള ലൈൻ ഇൻ്റഗ്രൽ കിട്ടും അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ കിട്ടും. ഇത്രയേ ഉള്ളൂ ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ ഇതാണ്. ഇനി ഈ ഇൻ്റഗ്രലിന് നമുക്ക് ഒരു 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. If c denote the contour z equal to z of t extending from z equal to z1 to z equal to z2, comma minus c denote the contour consisting of the same set of points but with the order reversed, so that the new contour extends from the point z2 to the point z1. Then integral over minus c f of z dz equal to മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സി എന്ന് പറയുന്ന കോണ്ടൂർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് z1 തൊട്ട് z2 വരെയാണ്. എന്നാൽ മൈനസ് സി എന്ന് പറയുന്ന കോണ്ടൂർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരിക? z2 തൊട്ട് z1 വരെയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ചെയ്താൽ കോണ്ടൂറിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയുള്ള ആ ഇൻ്റഗ്രൽ കാണാൻ ഒരു മൈനസ് കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. Let the parametric representation of c
പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്? z ഈക്വൽ ടു z ഓഫ് ടി, a less than or equal to t less than or equal to b ആണ് വിചാരിക്കുക. Let the parametric representation of c be z equal to z of t, where a less than or equal to t less than or equal to b, where z of a equal to z1 and z of b equal to z2. Then the contour minus c has the representation z equal to z of minus t, where minus b less than or equal to t less than or equal to minus a. അപ്പോൾ ഡയറക്ഷൻ റിവേഴ്സ് ആയെന്നേ ഉള്ളൂ. ഇവിടെ ടി വേരി ചെയ്യുന്നത് മൈനസ് ബി തൊട്ട് മൈനസ് എ വരെ ആയിരിക്കും. z ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞിട്ടാണ് മൈനസ് ടി എന്ന് പറയുന്ന കോണ്ടൂറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. Therefore, integral over minus c f of z dz ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇന്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് z dz ആണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ബി തൊട്ട് മൈനസ് എ വരെയാണ്. എഫ് ഓഫ് z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ z ഓഫ് മൈനസ് ടി ആണ്. അപ്പോൾ d by dz ഓഫ് d by dt of z of minus t, z of minus t dt, which is equal to integral minus b to minus a f of z of minus t d by dt of z of minus t എന്ന് പറഞ്ഞാൽ z dash of minus t into minus t ന്റെ ഡെറിവേറ്റീവ് മൈനസ് ഇങ്ങനെ വരും. അപ്പോൾ ഈ മൈനസിനെ നമുക്ക് ഇന്റഗ്രലിനെ പുറത്തേക്ക് എടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് z ഓഫ് മൈനസ് ടി ഇൻറ്റു z ഡാഷ് ഓഫ് മൈനസ് ടി dt, where z dash of minus t denote the derivative of z of t with respect to t evaluated at minus t. അപ്പോൾ z of minus z dash of minus t എന്ന് പറയുന്നത് z of t ന്റെ ഡെറിവേറ്റീവ് with respect to t evaluated at minus t ആണ് z dash of minus t എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? Now putting minus t equal to u, അപ്പോൾ നമുക്ക് dt എന്ന് പറയുന്നത് കിട്ടും മൈനസ് ഡി യു എന്ന് കിട്ടും. ആൻഡ് വെൻ t equal to മൈനസ് ബി ആവുമ്പം u എന്താവും? t മൈനസ് ബി ആവുമ്പോൾ u എന്ന് പറയുന്നത് b ആവും. അതുപോലെ t എന്ന് പറയുന്നത് മൈനസ് എ ആവുമ്പോൾ u എന്ന് പറയുന്നത് a ആവും. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇന്റഗ്രൽ എന്തായി മാറും? ഹെൻസ് വി ഗെറ്റ് ഇന്റഗ്രൽ ഓവർ മൈനസ് സി f of z dz equal to, ഇവിടെ ഓരോന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഇന്റഗ്രൽ ഇവിടെ b വരും, ഇവിടെ a വരും. f of z of u z dash of u അല്ലേ? പിന്നെ dt ക്ക് പകരം മൈനസ് ഡി യു. അപ്പോൾ ഈ മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മൈനസ് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണം? ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതിയല്ലോ. എന്ന് വെച്ചാൽ ഇന്റഗ്രൽ എ ടു ബി ആക്കി. എഫ് ഓഫ് z ഓഫ് യു z ഡാഷ് ഓഫ് യു ഡി യു എഴുതി. ഇതെന്ന് പറയുന്നത് എന്താണ്? യു വേരിയബിൾ മാത്രമേ ജസ്റ്റ് മാറിയിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ മൈനസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz തന്നെയാണ് അല്ലേ? ഇതെന്ന് പറയുന്നത് മൈനസ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz തന്നെയാണ്. വേരിയബിൾ ജസ്റ്റ് യു ആയിരുന്നേ ഉള്ളൂ ടിക്ക് പകരം. അപ്പോൾ അത്
നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ വരും. അപ്പം മൈനസ് ഇൻ്റഗ്രൽ a to b f of z of u z dash of u du. അപ്പം നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് C consists of a contour C1 from Z1 to Z3 followed by a contour Z2 from Z3 to Z2, the initial point of Z2 being the final point of C1, initial point of C2 being the final point of C1, then integral over C f of z dz equal to integral over C1 f of z dz plus integral over C2 f of z dz ആയിരിക്കും. അപ്പോൾ C1 C2 എന്ന് പറഞ്ഞാൽ രണ്ട് കോണ്ടൂർ, എന്ന് വെച്ചാൽ C എന്ന് പറഞ്ഞ കോണ്ടൂരിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. Z1 തൊട്ട് Z3 വരെയുള്ളതിനെ നമ്മൾ C1 എന്നും Z3 തൊട്ട് Z2 വരെയുള്ളതിനെ നമ്മൾ C2 എന്നും വിളിച്ചു. അപ്പോൾ C1ൻ്റെ എൻഡ് പോയിന്റ് ആണ് C2ൻ്റെ ഇനിഷ്യൽ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ കാണാനായിട്ട്, ഇൻ്റഗ്രൽ ഓവർ C f of z കാണാനായിട്ട്, എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണാനായിട്ട് ആദ്യം ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് കാണുക, അതിൻ്റെ കൂട്ടത്തിൽ ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ലെറ്റ് ദ കോണ്ടൂർ C1 ബി ഗിവൺ ബൈ z ഈക്വൽ ടു phi of t a less than or equal to t less than or equal to c, where phi of a equal to z1 and phi of c equal to z3, and let the contour C2, this C1 ആണ്, contour C2 be given by z equal to chi of t, where c less than or equal to t less than or equal to b, where chi of c equal to z3 and chi of b equal to z2. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. Then the contour C is given by z equal to z of t which is equal to phi of t when a less than or equal to t less than or equal to c, and chi of t when c less than or equal to t less than or equal to b. അപ്പോൾ ഇതാണ് കോണ്ടൂർ. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. Therefore integral over c f of z d z equal to integral a to b, integral a to b f of z of t into z dash of t dt ആണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. ഇൻ്റഗ്രൽ a to b a to c വരെ ഫംഗ്ഷൻ വേറെയാണ്, a to c വരെ ഉള്ളത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം, അതിനുശേഷം c to b വരെ ഉള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. പ്ലസ് ഇൻ്റഗ്രൽ c to b f of z of t into z dash of t dt which is equal to integral a to c f of z of t എന്ന് പറയുന്നത് ഇവിടെ എന്താ, f of phi of t ആണ്, into phi dash of t dt plus integral c to b f of ഇവിടെ chi of t ആണ്, chi dash of t dt. അപ്പോൾ ഇതെന്ന് പറയുന്നത് C1ൻ്റെ ഇൻ്റഗ്രൽ ആണ് അല്ലേ, എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഇത് C2ൻ്റെ ആണ്, എഫ് ഓഫ് സെഡ് ഡി സെഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കോണ്ടൂറിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് കോണ്ടൂറിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ കാണുക, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലൈൻ ഇൻ്റഗ്രൽ ആവും. അപ്പോൾ ഈ മുകളിലുള്ള ഈ സിറ്റുവേഷനിൽ നമുക്ക് കോണ്ടൂർ സീനെ നമ്മൾ സം ഓഫ് ഇറ്റ് ലെഗ്സ് C1 ആൻഡ് C2 എന്ന് നമുക്ക് വിളിക്കാം. എന്ന് വെച്ചാൽ C1 പ്ലസ് C2 എന്ന് വിളിക്കാം സീനെ അല്ലേ.
അപ്പോൾ the sum of two contours C1 and minus C2. അപ്പോൾ ഒന്ന് C1 ഒന്ന് മൈനസ് C2 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ സമ്മിനെ നമ്മൾ എങ്ങനെ വിളിക്കും? C1 ഉം C2 നും ഫൈനൽ പോയിന്റ് സെയിം ആണ്. C1 ഉം മൈനസ് C2 ആകുമ്പോൾ C1 ഉം C2 നും ഫൈനൽ പോയിന്റ്സ് സെയിം ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ C1 മൈനസ് C2 എന്നും വിളിക്കും. ഇതുപോലെ C1 ഉം മൈനസ് C2 വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴാ? C1ന്റെയും C2ന്റെയും ഫൈനൽ പോയിന്റ്സ് സെയിം ആവുമ്പോൾ. അപ്പോൾ നമ്മൾ C1 മൈനസ് C2ന്റെയാണ് ലൈൻ ഇന്റഗ്രലിൽ വാല്യൂറ്റ് ചെയ്യുക. C എന്ന് പറയുന്ന ഇതിനെ നമ്മൾ C1 മൈനസ് C2 എന്നാണ് വിളിക്കുക. അപ്പോൾ റിമാർക്കായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താന്ന് നോക്കാം. നെക്സ്റ്റ് തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് let f of z and g of z be any two complex functions which are piecewise continuous on the contour C and z not be any complex constant, then integral over C f of z plus g of z dz equal to integral over C f of z dz plus integral over C g of z dz, and integral over C z not into f of z dz equal to z not into integral over C f of z dz. അപ്പോൾ ഇതിന്റെ പ്രൂഫ് സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ലെറ്റ് കോണ്ടൂർ C represented by z equal to z of t where a less than or equal to t less than or equal to b, then integral over C f of z plus g of z dz equal to integral a to b f of z of t plus g of z of t into z dash of t dt. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാലോ, ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ a to b f of z of t into z dash of t dt plus integral a to b f g of z of t into z dash of t dt എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. ഇത് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ് ആണ്. അത്രേ ഉള്ളൂ. ഇത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡും ഇത് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ്. അതുപോലെ തന്നെ ആ കോൺസ്റ്റന്റിന്റെ ടേമും ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്, നേരത്തെ ചെയ്ത പോലെ ഒന്നുമല്ല, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത പ്രോപ്പർട്ടി നോക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഇതിനെ നമ്മൾ എം എൽ ഇൻഇക്വാലിറ്റി എന്ന് വിളിക്കും. If mod f of z less than or equal to m everywhere on a contour C and L is the length of C, then mod integral over C f of z dz less than or equal to m into L ആയിരിക്കും. അപ്പോൾ അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. Let the contour C be governed by z equal to z of t, a less than or equal to t less than or equal to b, then L equal to length of C. Length of C കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇന്റഗ്രൽ a to b mod z dash of t dt ആണ് ലെങ്ത് ഓഫ് C എന്ന് പറഞ്ഞാൽ. അല്ല, ഒരു കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് സെമ്മിൽ എങ്ങാനും പഠിക്കുന്നതാണ് അല്ലേ? ഇനി സിൻസ് മോഡ് എഫ് ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഓൺ C, മോഡ് എഫ് ഓഫ് z ഓഫ് t ആണ് അല്ലേ? അതെന്ന് പറയുന്നത് m ആയിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും. a ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു b. ദെൻ ഇന്റഗ്രൽ ഓവർ C എഫ് ഓഫ് സെഡ് ഡി സെഡിന്റെ മോഡുലസ് ഇവാലുവേറ്റ് ചെയ്യാണ്, വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി
into z dash of t dt, which is equal to, which is less than or equal to integral a to b mod ഞാൻ ഉള്ളിലോട്ട് എടുത്തു f of z of t into z dash of t dt. അപ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇന്റഗ്രൽ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ എ ടു ബി മോഡ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. നമുക്കറിയാം മോഡ് എഫ് ഓഫ് സെഡ് എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. ഇന്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി എന്താണ്? അപ്പോൾ മോഡ് എഫ് ഓഫ് സെഡിന്റെ ആ ഇനീക്വാലിറ്റി നമുക്ക് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആക്കി എടുത്തു. ഇനി ഇന്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി അവിടെ ബാക്കിയുണ്ട്. അതെന്താണ്? സി ആണ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു അല്ല എൽ ആണ് നമ്മുടെ എന്താ ഇന്റഗ്രൽ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എൽ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു എൽ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇന്റഗ്രൽ സി സെഡ് കോൺജുഗേറ്റ് ഡി സെഡ് വെർ സി ഈസ് ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു 3t, y ഈക്വൽ ടു ടി സ്ക്വയർ, ടി വേരീസ് ഫ്രം -1 to 4. അപ്പോൾ ഇതിവിടെ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സെഡ് ഓഫ് ടി നമ്മൾ എഴുതണം അല്ലേ? അപ്പോൾ ദ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ സി ഈസ് ഗിവൺ ബൈ സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി. ഇത് ജനറൽ ആയിട്ട് എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ, എക്സ് ഓഫ് ടി പ്ലസ് വൈ ഓഫ് ടി ഐ ആയിരിക്കും. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 3t, വൈ ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. ടി വേരീസ് ഫ്രം -1 to 4 ആണ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് സെഡ് കോൺജുഗേറ്റ് ആണ്. ഇതാണ് എഫ് ഓഫ് സെഡ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? ദെൻ എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈക്വൽ ടു സെഡ് ഓഫ് ടി കോൺജുഗേറ്റ്. സെഡ് ഓഫ് ടി എന്താണ്? 3t പ്ലസ് ഐ ടി സ്ക്വയർ. അതിൻ്റെ കോൺജുഗേറ്റ് എത്ര വരും? 3t മൈനസ് ഐ ടി സ്ക്വയർ. അപ്പോൾ അതിൽ നിന്ന് സെഡ് ഡാഷ് ഓഫ് ടിയും കൂടെ കണ്ടുപിടിക്കാൻ. സെഡ് ഓഫ് ടി ഇതാണെങ്കിൽ സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 3 പ്ലസ് 2i ടി. അതാണ് സെഡ് ഡാഷ് ഓഫ് ടി. ഇനി നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാലോ. ദെർഫോർ ഇന്റഗ്രൽ ഓവർ സി സെഡ് കോൺജുഗേറ്റ് ഡി സെഡ്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 4 എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 4 എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? 3t മൈനസ് ഐ ടി സ്ക്വയർ. സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 3 പ്ലസ് 2i ടി ഡി ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 4. ഇവിടെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9t, പിന്നെ ഐ ഇല്ലാത്ത ടേമുകളൊക്കെ ഒരുമിച്ച് എടുക്കാം. 3t ഇൻറ്റു 2it എന്ന് പറയുമ്പോൾ അവിടെ ഐ വരുന്നുണ്ട്. പിന്നെ ഐ ഇല്ലാത്ത ടേം ഏതാ? -it സ്ക്വയർ ഇൻറ്റു 2it. അവിടെ എന്ത് വരും? +2 മൈനസ് ഐയും ഐയും കൂടെ +1 ആവും. 2t³. ഇനി അടുത്തത് ഐ ഉള്ള ടേം ഏതാണ്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6t.
ടി സ്ക്വയർ വരും. പിന്നെ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3t സ്ക്വയർ dt. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. which is equal to integral -1 to 4 9t plus 2t cube. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. dt പ്ലസ് ഐ എന്ന് പറയുന്നത് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ 6t സ്ക്വയർ മൈനസ് 3t സ്ക്വയർ 3t സ്ക്വയർ ആവട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 9t സ്ക്വയർ ബൈ 2 പ്ലസ് 2t പവർ 4 ബൈ 4 മൈനസ് 1 to 4 പ്ലസ് ഐ ഇൻറ്റു 3t സ്ക്വയർ എന്ന് പറയുമ്പോൾ 3t ക്യൂബ് ബൈ 3. അപ്പോൾ എന്ത് വരും? ടി ക്യൂബ് മൈനസ് 1 to 4 വിച്ച് ഈസ് ഈക്വൽ ടു ടിക്ക് വാല്യൂ കൊടുക്കുക. ആദ്യം 4ഉം പിന്നെ മൈനസ് 1ഉം കൊടുക്കുക. ഇപ്പം 9 ഇൻറ്റു 4 സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 4 സ്ക്വയർ ഇപ്പം 9 ഇൻറ്റു 8 വരും അല്ലേ. നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് 9 ഇൻറ്റു ഒരു 2ഉം 2ഉം കൂടെ കട്ടായി പോകും. അപ്പോൾ 4 ഇൻറ്റു 2 8, 9 ഇൻറ്റു 8 72 പ്ലസ് ഇവിടെ 4 പവർ 4 വരും. ഒരു 4ഉം 4ഉം കൂടെ കട്ടായി പോവും അല്ലേ. 4 ക്യൂബ് വരും. 4 ക്യൂബ് ഇൻറ്റു 2 വരും അല്ലേ. ടോട്ടൽ ആൻസർ ഞാൻ എഴുതാം, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുകയാണല്ലോ. ടോട്ടല് 195 കിട്ടും. പിന്നെ മൈനസ് ഇതും കൂടെ ചെയ്തപ്പോഴാണ് 195 കിട്ടിയത്. പ്ലസ് ഇനി 4 ക്യൂബ് മൈനസ് 1 ക്യൂബ്, അപ്പോൾ ഇവിടെ 65 ആയും വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി 195 പ്ലസ് 65 ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റഗ്രേറ്റ് f of z equal to real z along the line. First one, the line segment from z equal to 0 to z equal to 1 plus I. Second one, the real axis from 0 to 1 and then along the straight line parallel to imaginary axis from 1 to 1 plus I. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇത് ചെയ്യാം. ഹിയർ f of z equal to എന്താണ്? റിയൽ z ആണ് അല്ലേ. ലെറ്റ് സി ഡിനോട്ട് ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ. ദെൻ സി ഈസ് ദ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് z equal to 0 to z equal to 1 plus I. എന്ന് വെച്ചാൽ പോയിന്റുകൾ ഏതൊക്കെ വരിക? ദാറ്റ് ഈസ് z equal to 0 എന്ന് പറഞ്ഞാൽ 0.0 എന്ന് പറഞ്ഞ പോയിന്റ്, ആൻഡ് 1 plus I എന്ന് പറഞ്ഞാൽ 1,1 എന്ന് പറഞ്ഞ പോയിന്റ്. Then C is given by z of t equal to x of t plus I into y of t, which is equal to എന്ത് വരും? 1 plus I t. ഇതിന്റെ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. 1 plus I t വരും. x of t എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. മറ്റേതാണെങ്കിൽ y of t എന്ന് പറയുന്നത് tയും വരും അല്ലേ. അപ്പൊ 0 ലെസ് ആണ് ഒരു, അതെങ്ങനെയാണ് വരുന്നത്? നമുക്ക് ആദ്യം പിക്ചർ ഒന്ന് വേണമെങ്കിൽ വരച്ചു നോക്കാം. പിക്ചർ ഒന്ന് വരച്ചു നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, 1 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ലൈൻ എന്ന് പറയുമ്പോൾ ഏതാണ്? y equal to x എന്ന് പറയുന്ന ലൈനാണ് ഇവിടെ വരാം അല്ലേ. എക്സിന് t കൊടുത്തു കഴിഞ്ഞാൽ yക്ക് എന്ത് വരും? yയും t വരും. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് എഴുതിയത് അല്ലെ. എക്സ് ടി ആവുമ്പോൾ വൈയും ടി ആവും. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ആണ്, y ഓഫ് ടി എന്ന് പറഞ്ഞാലും
ടി ആണ്. അങ്ങനെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്തത് ഇവിടെ എഴുതിയത് കേട്ടോ. സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി ആണ്. അപ്പൊ ടി പ്ലസ് ഐ ടി എന്ന് പറഞ്ഞാൽ എഴുതിയത് അങ്ങനെയാണ്. അവിടെ ടി വേരി ചെയ്യുന്നത് 0 തൊട്ട് 1 വരെയാണ്. ഇനി നമുക്ക് എഫ് ഓഫ് സെഡ് ഓഫ് ടി എഴുതാലോ. എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി ആണ്. അതെന്താണ്? ടി പ്ലസ് ഐ ടിന്റെ റിയൽ പാർട്ട് എന്ത് വരും? റിയൽ പാർട്ട് ഓഫ് ടി പ്ലസ് ഐ ടി വിച്ച് ഈസ് ഈക്വൽ ടു ടി വരും. അപ്പൊ അതാണ് എഫ് ഓഫ് സെഡ് ഓഫ് ടി. ഇനി സെഡ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? ടി പ്ലസ് ഐ ടിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ഐ എന്ന് വരും. അപ്പൊ സെഡ് ഓഫ് ടിയും സെഡ് ഡാഷ് ഓഫ് ടിയും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താലുള്ള ആൻസർ കിട്ടും. Therefore, integral over C f of z dz equal to integral 0 to 1 f of z of t into z dash of t dt. അപ്പോൾ ഇവിടെ t വേരി ചെയ്യുന്നത് 0 to 1 ആയതുകൊണ്ടാണ് ഇവിടെ 0 to 1 കൊടുക്കുന്നത്. ഇതെന്ത് വരും? t into 1 plus i. z dash of t എന്ന് പറയുന്നത് ആണ് 1 plus i. f of z of t എന്ന് പറയുന്നത് t. ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 പ്ലസ് ഐ പുറത്തെടുക്കാം. ബാക്കി ടി ഉള്ളൂ. ടി സ്ക്വയർ ബൈ 2 0 to 1 വരും. അപ്പൊ എന്ത് വരും? 1/2. അപ്പൊ 1 പ്ലസ് ഐ ബൈ 2. ഇതാണ് നമ്മുടെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പൊ എത്രയേ ഉള്ളൂ. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഇനി അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ. സെക്കൻഡ് പാർട്ട് നോക്കാം. അവിടെ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്താണ്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് അവിടെ ഹിയർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു റിയൽ സെഡ് തന്നെയാണ്. സി എന്ന് പറയുന്ന കർവ് തന്നിട്ടുള്ളത് എങ്ങനെയാണ്? ലെറ്റ് സി ബി ദ ഗിവൺ പാത്ത് ഓഫ് ഇന്റഗ്രേഷൻ. ദെൻ സി ഈസ് ദ സം ഓഫ് ദ ടു ലെഗ്സ്. One say C1 consists of the line segment from 0 0 to 1 0 and the other say C2 consists of a line segment from 1 0 to 1 1. അപ്പോൾ സി ഇത് രണ്ട് കോണ്ടൂറുകളുടെ സമ്മായിട്ടാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് സി എന്ന് പറയുന്നത് അല്ലേ. 0 റിയൽ ആക്സിസ് നിന്ന് 0 1ലേക്ക് ഉള്ളത് ഒന്ന്. അടുത്തത് സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ഇമാജിനറി ആക്സിസ് ഫ്രം 1 to 1 plus i അല്ലെ. ഫസ്റ്റത്തെ റിയൽ ആക്സിസ് ആണ് 0യിൽ നിന്ന് 1ലേക്കുള്ള റിയൽ ആക്സിസ്. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ വരയ്ക്കാം. ഫസ്റ്റത്തെ കർവ് C1 എന്ന് പറഞ്ഞ കർവാണ്. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞു. അപ്പൊ 0യിൽ നിന്ന് 1ലേക്കുള്ളതാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ C1 എന്ന് പറയുന്നത്. അടുത്തത് C2 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് 1ൽ നിന്ന് 1 പ്ലസ് ഐയിലേക്കാണ്. 1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് 1 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ 1 1 എന്ന് പറഞ്ഞ പോയിന്റ്. ഇതാണ് C2 എന്ന് പറയുന്ന കോണ്ടൂർ അല്ലേ. C1 consists of the line segment from 0 0 to 1 0 and the other say C2 consists of a line segment from 1 0 to 1 1. So C1 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? C1 can be represented by Z of t equal to ഇവിടെ എന്താണ്? ഇവിടെ വേരി ചെയ്യുന്നത് എക്സ് മാത്രമാണ് അല്ലെ. എക്സിന് ടി കൊടുത്തു കഴിഞ്ഞാൽ വൈ ഇവിടെ 0 തന്നെയാണ്. അപ്പൊ എക്സ് മാത്രം ഇവിടെ വേരി ചെയ്യുന്നത്. അതിന് നമുക്ക് ടി കൊടുക്കാം അല്ലെ. എക്സ് ഈക്വൽ ടു ടി കൊടുക്കുക. വൈ എന്ന് പറയുന്നത് 0. അപ്പോൾ സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് 0 ഐ എന്ന് വരും. ഇവിടെ ടി വേരി ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരിക? 0 തൊട്ട് 1 വരെ. ഇനി അടുത്തത് C2 can be represented by Z of t equal to
എക്സ് ഓഫ് ടി ഐ പ്ലസ് അല്ല എക്സ് ഓഫ് ടി പ്ലസ് ഐ ഇൻറ്റു വൈ ഓഫ് ടി. എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? എക്സ് കോൺസ്റ്റന്റ് 1 ആ. വൈ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്, അതിന് നമുക്ക് ടി കൊടുക്കാം. അപ്പൊ ആ ടി വേരി ചെയ്യുന്നത് 0 തൊട്ട് 1 വരെയാണ്. പിന്നെ ഓരോ കർവിലും നോക്കാം, C1ലും C2ലും ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഓൺ C1 എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്യുക. എന്ത് വരും? റിയൽ പാർട്ട് ഓഫ് സെഡ് ഓഫ് ടി ആണ്. അപ്പൊ അവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. അവിടുത്തെ z ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 1 വരും. ഇനി അടുത്തതുപോലെ C2ല് നോക്കുക. അവിടുത്തെ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ത് വരും? റിയൽ പാർട്ട് ഓഫ് 1 പ്ലസ് ഐ ടി ആണ്. അതെന്താണ്? 1 ആണ്. അപ്പോൾ z ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? 1 പ്ലസ് ഐ ടിന്റെ ഡെറിവേറ്റീവ് ഐ വരും അല്ലെ. ഇനി നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം, ടോട്ടൽ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സം ആയിട്ട് എഴുതാം. therefore ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇന്റഗ്രൽ ഓവർ C1 ഇവിടുത്തെ എഫ് ഓഫ് സെഡ് എന്താണ്? ഫസ്റ്റത്തെ C1ൽ നമുക്ക് വാല്യൂസ് എഴുതിയാൽ മതി. C1ൽ ടി വേരി ചെയ്യുന്നത് 0 to 1 ആണ്. എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. z ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്, ഡി ടി. പ്ലസ് ഇവിടെ ടി വേരി ചെയ്യുന്നത് 0 to 1 തന്നെയാണ്. എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. z ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഐ ആണ്. 1 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഐ ഡി ടി. ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? ടീനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ബൈ 2 0 to 1 പ്ലസ് ഐ ഇൻറ്റു ടി ബൈ ഐ ഇൻറ്റു ടി 0 to 1 is equal to 1/2 പ്ലസ് ഐ എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റഗ്രൽ. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, a complex line integral depends not only on the end points of the path but also on its geometric shape. Here note that f of z equal to real z എന്ന് പറയുന്നത് nowhere analytic ആണ്. f of z equal to real z എന്ന് പറയുന്നത് എവിടെയും അനലിറ്റിക് അല്ല. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഷേപ്പ് നോക്കിയാൽ ഷേപ്പും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എൻഡ് പോയിന്റിനെ മാത്രമല്ല ഷേപ്പും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതേ മോഡൽ ഒരു പ്രോബ്ലം കൂടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എഫ് ഓഫ് സെഡ് തന്നിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് 3ixy ഒക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്ത് ചെയ്യുക? പ്രോബ്ലം നമ്പർ 3 പേജ് നമ്പർ 360 പ്രോബ്ലം നമ്പർ 3 അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.